ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ. അപ്പം കസ്റ്റേർഡ് വെച്ച് ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്, കസ്റ്റേർഡ് ഗുലാബ് ജാമുൻ. അപ്പം സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുരിഞ്ഞ ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പാലിലൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ മുരിഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കുഴച്ച് നമുക്ക് കൈവച്ച് തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാല്, ഇത് കുഴച്ചെടുക്കാനുള്ള പാല് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ആറിച്ചെടുത്താണ്. ഒരു ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒത്തിരി ഒന്നും ഒഴിക്കണ്ട. ഇത് കട്ടിയില്ലാത്ത ബ്രെഡായ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കുഴഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ടോട്ടലൊരു 3-3.5 ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം ഈ പാലൊഴിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് ഇത് എടുക്കാം. എത്രയാണോ വലിപ്പം വേണം, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലേശം കൂടെയൊക്കെ ഒന്ന് ഇതാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയതായിട്ടാണ് ഞാനിത് ബോൾസാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് മൊത്തം കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ബോൾ ഫ്രൈ ചെയ്തിട്ട് ഇടാനുള്ള ഒരു പഞ്ചസാര പാനിയാണ്. അതിനുവേണ്ടി പഞ്ചസാര ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതേ പാത്രത്തിൽ തന്നെ ഞാനൊരു 2 പാത്രം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഞാൻ ഒത്തിരി നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗുലാബ് ജാമുൻ പോലെ അങ്ങനെ കുറുക്കി ഞാൻ എടുക്കണില്ല. കാരണം നമ്മളിത് കസ്റ്റേർഡിന് അതിലോട്ട് ചേർക്കാനുള്ളതാണ്. നമ്മുടെ ഗുലാബ് ജാമുന് നല്ലൊരു മധുരം കിട്ടണം. ആ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് അരിഞ്ഞ് വരുമ്പം ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിലേക്ക് നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനും വാങ്ങി വെക്കാം. നമുക്ക് ഗുലാബ് ജാമുൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് വാങ്ങി വെക്കുകയാണ്. ഇതേ അടുപ്പിൽ തന്നെ ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ചൊന്നും വരണ്ട. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒരു 5 ബോൾസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പാനായ കാരണം ഞാൻ 5 ബോൾസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുന്നുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇടാം. ഒരേ സൈഡ് തന്നെ ഇട്ടുകൊണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്കും തിരിച്ചും മറിച്ചും ഒക്കെ ഇടണം. എല്ലാം ഒരേപോലെ, എല്ലാ സൈഡും ഒരേപോലെ വേകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഉള്ളു വേകാതിരിക്കും, പുറമേ നന്നായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് നന്നായിട്ട് ചുമന്ന കളറാവുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്തെടുത്ത ആദ്യത്തെ സെറ്റ് നമുക്ക് ഈ പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ബോൾസ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ബാക്കിയിരിക്കുന്ന ബോൾസ് കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതിപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് പഞ്ചസാര പാനിയിലേക്ക് ചേർത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് ഇനി കസ്റ്റേർഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 1 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൽ നിന്ന് തന്നെയാണ് പാലെടുത്ത് ഞാൻ തിളപ്പിച്ച് ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കാനെ കൊണ്ടെടുത്തത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറോട് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 1/4 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിപ്പിച്ച് അത് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട്. തണുത്ത പാല് തന്നെ ചേർത്തിട്ട് വേണം കസ്റ്റേർഡ് ഒന്ന് കലക്കി വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് തിളച്ച അല്ലെങ്കിൽ ചൂടുള്ള പാലിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ കട്ട പിടിച്ച് പോകാനും കൊണ്ടൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയാണ് അരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല, ഇതെല്ലാം കുറുകിപ്പോയി കഴിയുമ്പോൾ. അപ്പം നന്നായിട്ട് തണുത്ത പാലിൽ കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ ഇത്രയും പോരാ, ഇനിയും കുറച്ചുകൂടി ഇടണം. ഈ പഞ്ചസാര പാലിലൊന്ന് അലിച്ചതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ പഞ്ചസാര എടുത്ത പാത്രത്തിൽ ഒരു 1/4 ഭാഗം കൂടെ പഞ്ചസാര എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ മധുരം എനിക്കൊരു കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് പാല് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമേ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കാരണം ഇപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകി അടിക്കൊക്കെ പിടിക്കാനും കൊണ്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കസ്റ്റേർഡും പാലും നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ആ കസ്റ്റേർഡ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ഇതിലേക്കാണ് നമ്മളിനി ഗുലാബ് ജാമുനോട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മൊത്തം ഇതിൽ ആവശ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്ര എടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലിട്ടിരിക്കുന്ന ഗുലാബ് ജാമുൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 8 എണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടി ഞാൻ ചെറി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ പിസ്തായോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഗാർണിഷിന് വേണ്ടിയാണ്. നമ്മൾ ഇത് കസ്റ്റേർഡ് ഗുലാബ് ജാമുൻ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു ഭംഗി കാണാനൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്നതായതുകൊണ്ട് ഞാൻ ചേർക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഗുലാബ് ജാമുൻ ഇട്ടതിന് ശേഷം ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. സിമ്പിളാണ്, നല്ലൊരു ഡെസേർട്ടാണ്. തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.